നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിൽ കൊടുശ്ശേരി കരയിൽ പള്ളിത്തറ അയ്യപ്പൻ മകൻ അജിന്ദാഷ്. ഇദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. 2.5 വർഷമായി ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നു. നമസ്കാരം, ഞാൻ സെബാസ്റ്റ്യൻ വഴക്കാല. ഇത് അങ്കമാലിക്കടുത്ത് പാറക്കടവ് പഞ്ചായത്തിലെ കോടിശ്ശേരി എന്ന സ്ഥലത്ത് ആണ്. ഇത് അജിന്ദാഷ് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ഏകദേശം 2.5 വർഷത്തോളമായിട്ട് കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസം വീതം. അവിവാഹിതനായ അദ്ദേഹത്തിന് വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണുള്ളത്. വളരെ ദുരിതാവസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ചികിത്സ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വാർഡിലെ, ഈ പ്രദേശത്തിൻ്റെ വാർഡ് മെമ്പറായിരുന്നു 2 ടൈമിൽ. അദ്ദേഹത്തിൻ്റെ അവസ്ഥയും രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഈ ഗുഡ്നസ് TV കാണുന്ന പ്രേക്ഷകർ കൃപ തോന്നി അദ്ദേഹത്തിന് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ലാണ് അസുഖം തുടങ്ങിയത്. 6 മാസത്തോളം മരുന്ന് കഴിച്ചു. പിന്നീട് ശ്വാസമുട്ടലും ശരീരത്തിൽ മുഴുവൻ നീരും വന്നപ്പോഴാണ് ഡോക്ടർമാർ ഡയാലിസിസ് വേണമെന്ന് നിർദ്ദേശിച്ചത്. ട്രാൻസ്പ്ലാന്റേഷൻ വേണം എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അതിനു വേണ്ടിവരുന്ന ഭീമമായ തുകയെക്കുറിച്ച് ഓർത്തപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന വേദനാജനകമായ തീരുമാനമാണ് അജിന്ദാഷ് എടുത്തത്. എൻ്റെ പേര് മണി അയ്യപ്പൻ. ഇതെൻ്റെ മകനാണ് അജിന്ദാഷ്. അവന് 2023 ജനുവരി 15-ാം തീയതി തുടങ്ങി ഈ അസുഖം തുടങ്ങി. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഈ അസുഖം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ LF ചെന്ന് ജെയിംസ് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കിഡ്നിയുടെ പ്രോബ്ലമാണ്, അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അന്ന് തുടങ്ങിയിട്ട് പിന്നെ അന്നൊക്കെ ഒരുപാട് പൈസ ആകുമായിരുന്നു. മാസം ഉള്ള മരുന്നിന് തന്നെ 5000 രൂപയാകുമായിരുന്നു. പിന്നെ ഇൻസുലിൻ കുത്താൻ പറഞ്ഞു. പിന്നെ ഇൻസുലിൻ കുത്തി തുടങ്ങി. പിന്നെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഡയാലിസിസ് തുടങ്ങി. ആഴ്ചയിൽ 2 എണ്ണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുറച്ച് ദിവസം 2 എണ്ണം ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് കൂടുന്നതല്ലാണ്ട് കുറച്ചില്ല. അപ്പോൾ 3 എണ്ണം ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാനിങ്ങനെ എവിടെ പോകണം, എന്നെ കൊണ്ട് സാധിക്കില്ല 3 ഡയാലിസിസ് ഒന്നും ചെയ്യാൻ, ഈ 2 എണ്ണം തന്നെ ഇങ്ങനെ പോട്ടെ, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ തുടങ്ങി. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് പൈസയൊക്കെ അന്നുണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. പിന്നെ നാട്ടുകാരൊക്കെ സഹായിച്ചു, ഒരുപാട് ആളുകൾ സഹായിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരും സഹായിച്ചു. അങ്ങനെ അത് ഇവിടെ വരെ എത്തി. ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് തകരാർ വന്നതിനെ തുടർന്ന് 2 ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയാണ്. കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇപ്പോൾ എഴുതി കാണിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. കാഴ്ച കൂടി പൂർണ്ണമായി നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഇവർ വിഷമിക്കുകയാണ്. എൻ്റെ പേര് ഷൈജു. എൻ്റെ സുഹൃത്താണ് അജിന്ദാഷ്. ആള് ഓട്ടോറിക്ഷ ഓടിച്ച്
ജീവിച്ചിട്ടുന്ന ആളാണ്. അത് കഴിഞ്ഞ് ആൾ വിദേശത്ത് പോയി. അവിടെ വെച്ച് ആൾക്ക് സുഖമില്ലാണ്ടായി. വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അറിഞ്ഞു കിഡ്നി പ്രശ്നമാണെന്ന് അറിഞ്ഞു. അതിനുശേഷം ഡയാലിസിസ് ആയിട്ട് 2-2.5 വർഷമായി. ഇപ്പോൾ ആളുടെ ചെവി കേൾവി പ്രശ്നമുണ്ട്, കാഴ്ചയ്ക്കും പ്രശ്നമുണ്ട്. പാവപ്പെട്ട വീടാണ്. ഇത് കണ്ട് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യണം. അജിന്താഷിന് ഒരു സഹോദരി മാത്രമാണുള്ളത്. സഹോദരിയെ വിവാഹം കഴിച്ചയച്ചു. അജിന്താഷ് അവിവാഹിതനാണ്. രോഗം മൂലം വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലാണ്. അജിന്താഷ് ഓട്ടോ തൊഴിലാളിയായിരുന്നു. ഇടയ്ക്ക് വിദേശത്തൊരു തൊഴിൽ കണ്ടെത്തിയതായിരുന്നു. അവിടെ വച്ചാണ് അസുഖം തുടങ്ങിയത്. അതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. നാട്ടിൽ വന്ന ശേഷം അനാരോഗ്യം കാരണം മറ്റ് ഒരു തൊഴിലിനും പോകുവാൻ പറ്റാത്ത അവസ്ഥയായി. കുറച്ച് നാൾ മുമ്പ് കണ്ണ് കാണൂലായിരുന്നു. കണ്ണിൽ 3 ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഒരു കണ്ണിൽ ലെൻസ് വെച്ചാൽ കാണും. അപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ആളുകളൊക്കെ പൈസ പിരിച്ചു തന്നായിരുന്നു. അങ്ങനെ ഓപ്പറേഷത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോഴേക്കും കൈമ പിസ്തലിട്ടത് പോയി. ഒരിടത്ത് പോയി അത് ചെയ്തിട്ട് ശരിയായില്ല. പിന്നെ അപ്പോഴേക്കും കഴുത്തിലത്തെ മാറ്റണമെന്ന് പറഞ്ഞ് കഴുത്തിൽ അപ്പോഴേക്കും ഇൻഫെക്ഷൻ വന്നു. കഴുത്ത് ഇവിടെ വേദനയൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് മാറ്റി കാലുമ്മ കുത്തി 2 പ്രാവശ്യം കൈമേട്ടു. ആദ്യമായിട്ടത് പോയി. അപ്പം തന്നെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ പെട്ടെന്ന് ഈ ഫെബ്രുവരി മാസത്തിൽ. അതിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ പൈസ കിട്ടി നമ്മുടെ വണ്ടിക്കാശും മരുന്നിട്ട് അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ പോയി ആ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ ഒരു മാസം 1 ലക്ഷം രൂപയിൽ കൂടുതലായി എന്ന് അതിന് വേണ്ടിയിട്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഇതേ ഒരുവിധം ആശ്വാസത്തിലിരുന്നപ്പോഴേക്കുമാണ് ചെവി കേൾക്കാൻ പാണ്ടായേ. എന്നിട്ടിപ്പോൾ 4-5 സ്ഥലത്ത് കൊണ്ടുപോയി 5 ഡോക്ടർമാരെ കാണിച്ചു. ചെവി ഇപ്പോഴും ശരിയായിട്ടില്ല. കണ്ണിൻ്റെ കാഴ്ചയും പോയിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും ഞാൻ പോകുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ഞാൻ കൈമ പിടിച്ചുകൊണ്ടാണ് പോണേ. അച്ഛനാണെങ്കിൽ പോകില്ല. അച്ഛന് ഈ ഷുഗറും പ്രഷറും ഒക്കെ കാരണം കൊണ്ട് അച്ഛന് പോകാൻ പറ്റില്ല. അപ്പോൾ അച്ഛന് അതന്നെല്ലാം അവിടെ ചെന്ന് ലിഫ്റ്റിൽ കയറുമ്പോൾ തല ഇറങ്ങും. പിന്നെ കാലത്താണെങ്കിൽ ഇതിന് കണ്ണ് മഞ്ഞടിക്കലൊക്കെ അത് കാരണം കൊണ്ട് ഇതിനെങ്ങും വിടില്ല. എനിക്ക് പറ്റണത് വരെയും ഞാൻ പോകും. അങ്ങനെ വിചാരിച്ച് ഞാൻ തന്നെ കൊണ്ട് കിടന്ന്. പിന്നെ പെങ്ങളെയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അവിടെയും ഭയങ്കര ബുദ്ധിമുട്ട്. 2 പെൺകുട്ടികൾ. അപ്പോൾ ആ കെട്ടിയാണെങ്കിൽ ഇതുപോലെ തന്നെ പെട്ടെന്നൊരു ദിവസം സുഖമില്ലാണ്ടായി. അത് ഇങ്ങനെ ഇപ്പോൾ കാല് വലിച്ചരിച്ച് നടക്കണേ. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാല് വലിച്ചരിച്ച് നടക്കണം. ഇപ്പോൾ അവിടെ അടുത്ത് അവരുടെ പഠിക്കാൻ തന്നെ പിള്ളേരൊക്കെ കൂടി ഇങ്ങനെ വെച്ച് കൊടുത്ത് കുടയൊക്കെ കുത്തി കൊടുത്തിട്ട് അവർ അവിടെ ലോട്ടറി എടുക്കണം. അതിന് അത്യാവശ്യത്തിന് ഇങ്ങനെ കക്കൂസിലും അങ്ങനെയൊക്കെ പോകാം. ബസ്സിലൊന്നും കയറി എങ്ങും പോകാൻ പറ്റില്ല. അമൃതയിൽ ചികിത്സ ഉണ്ട്. അപ്പോൾ ഓട്ടോയ്ക്ക് അവിടെ കൊണ്ടുപോയി 6 മാസത്തുമ്പോൾ അവിടെ പോയി ഡോക്ടറെ കാണിച്ച് കൊണ്ടുവരും. അവൾ ഒരു കമ്പനിയിൽ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ കഴിഞ്ഞ് പിള്ളേർ 2 പേര് പഠിക്കണം. ആകെ ഉണ്ടായ സഹായം ഞങ്ങളായിരുന്നു. അപ്പം ഈ മോനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായില്ല. മോന് സുഖമില്ലാണ്ടായി. പിന്നെ ഞങ്ങൾ എന്താ കൊടുക്കണേ? അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞു പോകണം. ഇനിയിപ്പോൾ ഈ മോൻ്റെ ചികിത്സ എന്തായാലും നടക്കണം. ഇത് ജീവിതാവസാനം വരെയും നമ്മൾ ഡയാലിസിസ് ചെയ്യണം. അപ്പോൾ ആ ചികിത്സ എന്തായാലും നടക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓടിപ്പാഞ്ഞ് കിടക്കണം. മോന് വേണ്ടിയിട്ട്. മോനോട് എല്ലാവർക്കും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ പെട്ടെന്ന് സുഖമില്ലാണ്ടായപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി. എന്ന് വെച്ചാലും അവരിന്ന് വരെയും സഹായത്തിന് നാട്ടുകാരായാലും വീട്ടുകാരായാലും സഹായത്തിനൊരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെയൊക്കെ എത്തി. ഈ മോനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ 68 വയസ്സായി. എത്ര നാൾ ഈ മോനെ കൊണ്ട് നടക്കാൻ പറ്റും എനിക്ക്? ഈ വീട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്താലാണ് പൂർത്തിയാക്കിയത്. ഇന്ന് വളരെ നിസ്സഹായ അവസ്ഥയിലാണിവർ. പ്രായമായ മാതാപിതാക്കളുടെ ശുശ്രൂഷയിലാണ് ഇന്ന് അജിന്താഷ് എന്ന യുവാവ്. അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ മകനെ അവർ സംരക്ഷിക്കുന്നുണ്ട്. ചികിത്സ തുടരുന്നതിനുള്ള പണം കണ്ടെത്താനാകാതെ ഇവർ വിഷമിക്കുന്ന അവസ്ഥയിലാണ് ഗുഡ്നസ് ടിവിയുമായി ബന്ധപ്പെട്ടത്. എൻ്റെ പേര് ഗോപി. അയലൊക്കെയാണ്.
അജന്താഷ് നല്ല രീതിയിൽ അത്യാവശ്യം ജോലിക്കൊക്കെ പോയി കുടുംബം കഴിഞ്ഞ് പോകുന്നതാണ്. അതിനിടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു അസുഖം വന്ന് പെട്ടത്. ഇപ്പോൾ 2-2.5 വർഷത്തോളമായി. ഇപ്പം കണ്ണിനും കാഴ്ചക്കുറവ്, ചെവി കേൾക്കത്തില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആണ്. എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഇപ്പം വളരെ മോശമാണ്. ഇത് കണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് സജിൽ എന്നാണ്. അജിന്താഷിൻ്റെ സുഹൃത്താണ്. ഇപ്പോൾ 2.5 വർഷമായിട്ട് ഡയാലിസിസിലാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമുണ്ട്. ഇപ്പോൾ കാഴ്ചശക്തിക്കും കേൾവി ശക്തിക്കും പ്രശ്നമാണ്. അപ്പോൾ കഴിയാവുന്ന ആൾക്കാർ സഹായിക്കണം. ഇപ്പോൾ ഇവർ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകരുടെ കാരുണ്യപൂർവമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ജീവിതം കരുപിടിപ്പിക്കുവാൻ വിദേശത്ത് പോയി ജോലി ചെയ്തു തുടങ്ങിയതിനു ശേഷം പെട്ടെന്ന് തൻ്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടി വരുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. പിന്നെ പെങ്ങളുള്ളതാണ്, പെങ്ങൾക്ക് വരാൻ പറ്റില്ല, അച്ഛന് പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറ്റുന്നവരെ ഞാൻ കൊണ്ട് നടന്നു കാര്യങ്ങൾ നടത്തും. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ എൻ്റെ വിചാരം ഒരു വണ്ടി ഇടിച്ചെങ്കിൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീർന്നു പോയിക്കോളൂല. അങ്ങനെയാണ്. ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്ന് വിഷം കഴിച്ച് ചാവാം എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ തന്നെ ഓർത്തു. അപ്പോൾ വിഷം കഴിച്ച് ഇവർ രണ്ടുപേരും പോയിട്ട് പിന്നെ ഞാനാണ് കിടക്കണമെങ്കിൽ പിന്നെ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പം എനിക്കൊരു ധൈര്യം കിട്ടാണ്. അല്ല, പറ്റണതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി നാട്ടുകാർ സഹായിക്കട്ടെ. അങ്ങനെ ഇറങ്ങി എല്ലാവരും എനിക്ക് സഹായിക്കണമുണ്ട്. ഇപ്പം പണ്ടൊക്കെ ആദ്യം തുടക്കത്തിലൊക്കെ എനിക്ക് ഒട്ടും ഒരു ഇത് കിട്ടില്ലായിരുന്നെന്ന് പറയുന്നത് നമുക്ക് ആരും സഹായിക്കാനില്ല. ഇപ്പം നമുക്ക് അവിടെ നിന്ന് കൂപ്പൺ കിട്ടും. പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ നമുക്കവിടെ ഇരിക്കുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ 1000 രൂപ കൊണ്ട് കൈ തരും, ചായ കുടിച്ചോന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് മരുന്നിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത നേരമായിരിക്കും. അപ്പം ഞാൻ പോയി ഗുളിക വാങ്ങിക്കും. 4500-5000 രൂപ വേണം ആ ഒരു മാസത്തെ ഗുളികയ്ക്ക് തന്നെ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതിൻ്റെ അനുസരിച്ച് കുറേശ്ശെ പോയി മേടിച്ച് വയ്ക്കും. അങ്ങനെയാണ് മാസത്തിലെ ഗുളികളുടെ കാര്യം നടത്തുന്നത്. ഡയാലിസിൽ തന്നെ എന്നെപ്പോലെ വരണമെന്നുണ്ടെങ്കിൽ കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വരുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ഇങ്ങനെ അറിയാം തുണങ്ങ കഴിഞ്ഞിട്ട് ചേച്ചി കൈ പിടിച്ചോട്ടാ, ചായ കുടിക്കാട്ടാ എന്ന് പറഞ്ഞാൽ വേണ്ട എന്നും ഇങ്ങനെ തരാൻ പറ്റുമോ. അതുപോലെ എന്നെ പലരും എനിക്ക് ചായ കുടിച്ചോളാൻ പറഞ്ഞ് പൈസ തരാറുണ്ട്, സഹായിക്കാറുണ്ട്. ഞാനതെന്താ ചെയ്യണേ, എനിക്ക് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ നമ്മൾ കാണുമ്പോൾ ഒരു ചിരി, അങ്ങനത്തെ ഒരു സന്തോഷം മാത്രമേ നമ്മൾക്കുള്ളൂ. അങ്ങനെ കഴിഞ്ഞോട്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സമരിയൻ പ്രോഗ്രാമിൻ്റെ ആശ്രയമായ നല്ലവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുമായ പ്രേക്ഷകരിൽ നിന്നും ഈ യുവാവിന് അർഹിക്കുന്ന തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. എൻ്റെ പേര് സിസിലി. ഞാൻ അജിന്താഷിൻ്റെ വീടിൻ്റെ തൊട്ട അയൽപക്കമാണ്. ഞങ്ങൾ 2 കൂട്ടരും ഒരു കുടുംബം പോലെ കഴിയണവരാണ്. അങ്ങനെ ഇരിക്കുകയാണ് 2.5 കൊല്ലമായി അവന് ഈ അസുഖം വന്നിട്ട്. ശരിക്കും ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ഉണ്ട്. അവൻ്റെ അമ്മ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ കാര്യം കാണുമ്പോൾ നല്ലൊരു വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ പ്രായത്തിൽ അവരെ നോക്കാൻ ഏക ആശ്രയമുള്ളത് അവനാണ്. അവന് വേണ്ടി പാരൻസ് ഒരുപാട് സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. കാശിന് നല്ല അത്യാവശ്യമുണ്ട്. പല സ്ഥലത്തും പല സഹായത്തിനും അമ്മ മിക്ക ദിവസങ്ങൾ ഓരോ സഹായമുള്ള അങ്ങനെ അറിയുന്ന സ്ഥലത്തേക്കും പോയി ഓരോ സഹായങ്ങൾ ചോദിക്കുകയും അവന് ഇതുവരെയായിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇനിയും അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് തുടർന്നുള്ള ചികിത്സയ്ക്ക് നല്ലവരായ എല്ലാ നല്ല മനസ്സുകളുടെയും സഹായം തേടുന്നു. അവന് അതിൻ്റെ ഇടയ്ക്ക് കാഴ്ച, 2 കണ്ണിൻ്റെയും കാഴ്ച പോയി, അതുപോലെ തന്നെ കേൾവിയും പോയി. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പം നല്ലവരായ എല്ലാ മനസ്സുകളുടെയും സഹായം അവനുണ്ടാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രഷർ, ഷുഗർ, ഇൻസുലിൻ എടുക്കണം. രാവിലെ 30 എടുക്കണ്ട്, വൈകിട്ട് 20 എടുക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ കൂടുതലായിരിക്കും. ആഗ്രഹം ഉണ്ടാവുമല്ലോ മധുരമുള്ള സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും തിന്നാനായിട്ട്. അങ്ങനെ കഴിക്കണ ദിവസത്തിൽ കൂടുതലാവും. അപ്പോൾ ഒരു 5 കൂടിയും കൂട്ടിയെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കും. ഡോക്ടറോട് പറഞ്ഞു ഒരു മിനിമത്തിൽ എടുക്കണോട്ടോ, എല്ലാ ദിവസവും എടുക്കോട്ട് പറയും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലകറക്കം കാരണം രാവിലെ ഉള്ള പ്രഷറിൻ്റെ ഗുളിക കഴിക്കണില്ല. അത് വൈകിട്ട് മാത്രം കഴിക്കണുള്ളൂ. 8-9 തരം ഗുളികയുണ്ട് ഇപ്പം കഴിക്കുന്നത് തന്നെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോണു. എല്ലാവരും നമ്മളെ സഹായിക്കണം കൊണ്ട്. ഞങ്ങൾ ചെറിയ വീടായിരുന്നു. ആ വീട് പണിയാന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കുമാണ് മോന് സുഖമില്ലാണ്ടായ. പിന്നെ ഞങ്ങളെ ഒരുപാട് ആളുകൾ സഹായിച്ചു. കുറേ കടമുണ്ട് കേട്ടോ. ലോൺ ഒന്നും എടുത്തില്ല. ലോൺ എടുക്കാൻ പറഞ്ഞിട്ട് ലോൺ എടുത്തില്ല. ലോൺ എടുക്കാണ്ട് തന്നെ അവരവർക്ക് പൈസ കൊടുക്കാനുണ്ട്. 3-4 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അതൊക്കെ എൻ്റെ അനിയത്തിമാരും അവർക്കൊക്കെയാണ്. അപ്പോൾ അവർക്ക് വീട് പണി വന്നേക്കാണ്. അപ്പം നമ്മളതെന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും ഞങ്ങളിവിടുന്ന് ഇറക്കിയിടില്ല, കൂടെ പുറപ്പെടുകൊണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 10 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങളുടെ തറവാട്ടുകാരുടെ സ്ഥലമൊക്കെയാണ് അതിൻ്റെ പുറവശത്ത് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മിറ്റം ഇത്തിരി ഉള്ളൂ. ബാക്കി ഞങ്ങൾ മിറ്റം അവിടെ നിന്ന് കെട്ടിയിട്ടാണതാണ്. ഇത്തിരി മിറ്റുള്ള കിണറിൻ്റെ ഒപ്പം വെച്ചാൽ ഞങ്ങൾക്ക് സ്ഥലമുള്ളൂ. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് വഴിയായിട്ട് കിടക്കുന്നത് അങ്ങവശത്തേക്ക് പോകാനായിട്ടുള്ള സ്ഥലമാണത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി ഇങ്ങനെ ജീവിക്കുന്നു. ബുദ്ധിമുട്ട് ഇനിയും മുന്നോട്ട് പോകണം. എൻ്റെ മോന് കൊണ്ട് നടന്ന് ചികിത്സിക്കാൻ തന്നെ പറ്റണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അതെനിക്ക് പറയാനുള്ളൂ. അജിന്താഷിൻ്റെ അച്ഛനാണ് ഞാൻ. സുഖമില്ലാതിരിക്കണ മകന് അതിന് സഹായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടണം എന്ന് അപേക്ഷിക്കുന്നു. എന്നും ഇങ്ങനെയുള്ള മക്കൾക്ക് തണലായി നിന്നിട്ടുള്ള നല്ലവരായ പ്രേക്ഷകർ സമക്ഷം നിങ്ങളുടെ കാരുണ്യത്തിനായി ഞങ്ങൾ അജിന്താഷിൻ്റെ അപേക്ഷ സമർപ്പിക്കുകയാണ്. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ബോസ്കോ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ബോസ്കോയുടെ സഹോദരി പുത്രി വത്സലയാണ്. ബോസ്കോ കൊല്ലം ചവറ സ്വദേശിയാണ്. അദ്ദേഹത്തിന് 64 വയസ്സുണ്ട്. മീൻപിടുത്തം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. 2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കിഡ്നി ഫെയിലിയർ ആയതിൻ്റെ പേരിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാര്യയും ഒരു മകളുമാണുള്ളത്. മകളെ കെട്ടിച്ചു വിട്ടു. ഭാര്യയ്ക്കാണെങ്കിൽ ആമവാദത്തിൻ്റെ അസുഖവും ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗുഡ്നസ് TV ഈ ബോസ്കോയെക്കുറിച്ച് അറിയാനായിട്ട് ഇടയാകുകയും ഗുഡ്നസ് TVയിലൂടെ ഈ ബോസ്കോയെ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് 1,92,000 രൂപ പിരിഞ്ഞു കിട്ടുകയുണ്ടായി. ആ തുക ഇപ്പോൾ ഗുഡ്നസ് TVയുടെ പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നൽകുന്നതിനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ തുക ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രി വത്സലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടി കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരുടെ ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ മൂലമാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ എനിക്ക് കൈമാറുന്നതിനും സാധിച്ചത്. എനിക്കറിയാം, ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ അധിക സമ്പന്നരൊന്നുമല്ല, പാവപ്പെട്ടവരും ബിലോ പോവർട്ടിക്ക് താഴെയുള്ള ആളുകളുമൊക്കെയാണ്. അവരവരുടെ നിസ്സാരമായ തുകകൾ തരുന്നതിനായിട്ട് തയ്യാറാകുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള സാഹചര്യത്തിൽ ബോസ്കോയെ പോലെയുള്ള ആളുകളെ സഹായിക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. പലരും കൂലിത്തൊഴിലാളികളും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ആളുകളുമാണ്. ക്ഷേമ പെൻഷൻ കിട്ടിയതിൻ്റെ ഫലമായിട്ട് സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്ന ധാരാളം ആളുകളുള്ളതായിട്ട് എനിക്കറിയാം. പലരും ഫോൺ വിളിക്കുമ്പോഴാണ് നമ്മുടെ അവസ്ഥയേക്കാൾ മോശമാണ് അവരുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് പലരും ഈ സഹായത്തിനായിട്ട് മുന്നോട്ട് വരുന്നത്. അവരെല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ, ആയുസ്സും ആരോഗ്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധമായിട്ടും നൽകട്ടെ. രോഗങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ബോസ്കോ ഇനിയും നമുക്ക് ഓർക്കാം. അദ്ദേഹത്തെ ദൈവസമക്ഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഇടപെടലിലൂടെ അദ്ദേഹം വീണ്ടും ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നതിനും പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനും നമുക്ക് ബോസ്കോയ്ക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് വത്സല ജോൺ. എൻ്റെ മാവൻ്റെ ചികിത്സയ്ക്കായിട്ട് ഈ തുക സമാഹരിച്ചു തന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഗുഡ്നസ് ടിവിയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു.